ബീഡി വലിക്കാൻ പറ്റുമോ? ബീഡി വലിക്കൽ ഹറാമൊന്നുമല്ല. നിങ്ങളാരും മസ്ലം ചോദിച്ചേക്കരുത്. ബീഡി വലിക്കൽ ഹറാമൊന്നുമല്ല, പക്ഷെ അത് കറാഹത്താണെന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ബീഡി വലിക്കല് കറാഹത്താണെന്ന്. 40 കറാഹത്ത് ചെയ്യുമ്പോ ഒരു ഹറാമിന്റെ സ്ഥാനത്താണെന്നും കിതാബിലുണ്ട്. ഞാൻ നിങ്ങളെ വിഷയം ഉണ്ടാക്കാൻ പറഞ്ഞില്ല, പഠിക്കണം, എപ്പോഴും വലിക്കണം. വാപ്പാമാര് കേട്ടോ, ബീഡി വലിക്കൽ കറാഹത്താ, അതല്ലെങ്കിൽ നല്ലതല്ല എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. പക്ഷെ നീ 50 പ്രാവശ്യം 100 പ്രാവശ്യം വലിക്കുമ്പോ അതൊരു ഹറാമിന്റെ സ്ഥാനത്താ. നീ രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ നിന്നാ ഇതുണ്ടായത്? ഈ ലഹരി വസ്തുക്കൾ മുഴുവനും ഉണ്ടായത് എവിടെ നിന്നാന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താനെ ശപിച്ചു. നീ നശിച്ചു പോകട്ടടാ, നീ ശപിക്കപ്പെട്ടവനാടാ. അള്ളാഹു ശപിച്ച സമയത്ത് ശൈത്താൻ നിന്ന് മൂത്രം ഒഴിച്ചു കളഞ്ഞു, പേടിച്ചിട്ട്. അള്ളാഹു ശൈത്താനെ ശപിച്ചപ്പോ അവൻ നിന്ന് മൂത്രം ഒഴിച്ചു. ആ മൂത്രം ഒഴിച്ചിട്ട് മൂത്രം വീണ സ്ഥലത്ത് നിന്ന സർവ്വ ലഹരി വസ്തുക്കളും ഉണ്ടായത്. വാപ്പ, നീ ചുണ്ടത്ത് വെച്ചിട്ട് ഇങ്ങനെ വലിക്കണത് അവിടെ നിന്നുണ്ടായ സാധനവാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ശൈത്താന്റെ മൂത്രം വീണ സ്ഥലത്ത് നിന്ന് കിളിച്ച ആ സ്ഥാനം